Hello guys, എൻ്റെ പേര് അങ്കിത ശ്രീധർ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല സൂപ്പർ ഡ്യൂപ്പർ ആയിരിക്കും വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് സ്റ്റുഡൻറ് ലൈഫ് സീരീസിൻ്റെ വേറൊരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സ്റ്റുഡൻറ് വിസയെ കുറിച്ച് എപ്പോഴെപ്പോഴും ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇന്ന് അതുപോലത്തെ ഒരു മെയിൻ ടോപ്പിക്കാണ് പാർട്ട് ടൈം ജോബ്സ്. ഓക്കെ, പാർട്ട് ടൈം ജോബ്സിനെ കുറിച്ച് എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. ഇവിടെ വന്ന പാർട്ട് ടൈം ജോബ്സ് കിട്ടുമോ, എങ്ങനത്തെ പാർട്ട് ടൈം ജോബ്സ് ആണ് കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ട്. സോ അതിനൊക്കെ ഉള്ളൊരു ആൻസറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ കൂടെ 2-3 മലയാളി ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരിവിടെ വന്നിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് 1-2 കൊല്ലമായി. സോ അവരുടെ നമുക്ക് ആക്ച്വലി ചോദിച്ചറിയാം എന്താണ് ഇവിടുത്തെ പാർട്ട് ടൈം ജോബ്സിന്റെ റിയാലിറ്റി എന്ന്. അപ്പം നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. സോ ഗൈസ്, ഞാനിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മഹത് വ്യക്തികളുടെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോരോ ആൾക്കാരെ കൂടെ പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇൻട്രോ എടുത്തോളൂ. ഞാൻ സുജിത്ത്, ഞാൻ പാലക്കാടിൽ നിന്ന്. ഞാൻ ഇവിടെ മാസ്റ്റർ ഓഫ് മാനേജ്മെന്റ് മാർക്കറ്റിംഗ് പഠിക്കാണ് യൂണിമെന്റിൽ. ഹായ്, എൻ്റെ പേര് അന്തരീഷൻ എന്നാണ്. ഞാൻ കാസർഗോഡ് നിന്നാണ്. ഇവിടെ മെൽബൺ യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റർ ഓഫ് മാനേജ്മെന്റ് സ്പെഷ്യലൈസേഷൻ ഇൻ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്താള്. എൻ്റെ പേര് ഉണ്ണിമായ എന്നാണ്. ഞാൻ നാട്ടിലെ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ RMIT യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റർ ഓഫ് ഡാറ്റ സയൻസ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇവർക്ക് ഒരു ബിഗ് താങ്ക്സ് പറയാനുണ്ട്. ഞാൻ ഇങ്ങനെ എന്താ പറയുക, ചിലവില്ലാണ്ട് എനിക്ക് ഫ്രീ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതിന് ആക്ച്വലി. സോ താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരുപാട് മെസ്സേജസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ. ഈ പാർട്ട് ടൈം ജോബ് ഇവിടെ വന്നാൽ ജോലി കിട്ടുമോ, എന്തൊക്കെ ജോലി കിട്ടും, എങ്ങനെ ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിനെ ബേസിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കാം. നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയായിരിക്കും. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കുള്ള ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഈ പാർട്ട് ടൈം ജോബ് ചെയ്യണം എന്നുള്ളത് അത്യാവശ്യമാണോ? അതായത് പാർട്ട് ടൈം ജോബ് ഇല്ലാതെ നമുക്ക് സർവൈവ് ചെയ്ത് പോകാൻ പറ്റുമോ ഇവിടെ? അങ്കിത, ഇപ്പം അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ അത് ആണെന്നും പറയാം, അല്ലെന്നും പറയാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ എന്താ പറയുക ഫൈനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണോ അതുപോലെ. ഇപ്പം ഞാനിവിടെ വന്നപ്പം എൻ്റെ അടുത്ത് സേവിങ്സ് ഉണ്ടായിരുന്നു. സോ സ്റ്റാർട്ടിങ് ആദ്യം എനിക്ക് അത്ര ഫീൽ ആയിട്ടില്ല അതിൻ്റെ നെസസിറ്റി എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ സേവിങ്സ് ഉണ്ടെങ്കിൽ, ഫൈനാൻഷ്യൽ പൊസിഷൻ സ്ട്രോങ് ആണെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് അധികം ഫീൽ ചെയ്യത്തില്ല. പക്ഷേ അങ്ങനെ അല്ലാണെന്നെങ്കിൽ എന്തായാലും പാർട്ട് ടൈം ജോബ് വേണം. കാരണം ഇവിടെ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പേർച്ചേസ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം വേണമെങ്കിൽ ഇവിടെ എന്തായാലും ഒരു പാർട്ട് ടൈം ജോബിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ട്. അതുമാത്രമല്ല, കോഴ്സിൻ്റെ പുറത്ത് ഇപ്പോൾ ഞാൻ അഥവാ മെഡിസിൻ്റെ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ കോഴ്സ് ലോഡ് കുറച്ചും കൂടെ ഹെവി ആയിരിക്കും. അതിൻ്റെ കൂടെ എനിക്ക് പാർട്ട് ടൈം ജോലി ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ ടൈം മാനേജ്മെൻറ്റ് ഒരു വലിയ പ്രശ്നമായിരിക്കും. അതുമാത്രമല്ല, നമ്മൾ അങ്ങനത്തെ പാർട്ട് ടൈം നോക്കുകയാണ് ദാറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ലൈക്ക് 20 മണിക്കൂറിൻ്റെ ഉള്ളിൽ അത്ര ഹെവി ലോഡല്ല, അത്ര ഇൻവോൾവ്മെൻറ്റ് ഇല്ലാത്ത പണി. അത് എളുപ്പമായിരിക്കും നമുക്ക്. ലൈക്ക് ഒരു കാഫേയിൽ ജോലി ചെയ്യണത്, ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യണത് 10 മണിക്കൂർ, ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഓസ്ട്രേലിയ വരുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ നമ്മളൊരു 2 വർഷം നമ്മളൊരു കോഴ്സ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ആണെങ്കിൽ 2 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പ്രൊഫഷണൽ ജോബ് സെർച്ച് തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മുടെ അടുത്ത് ആദ്യം ചോദിക്കുന്ന എക്സ്പീരിയൻസ് എന്താണെന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്കൊരു സംശയം. അപ്പോൾ നമ്മളിപ്പം ജോലി ശരിക്കും ഒരു ആക്ച്വൽ ജോലി കിട്ടുമ്പോൾ നമ്മളൊരു IT കമ്പ്യൂട്ടർ ഡെസ്ക് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഇപ്പം പാർട്ട് ടൈം ജോബ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബാരിസ്റ്റർ ജോബ്, ആ ലോക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് അത് കൺസിഡർ ചെയ്യുമോ മെൽബണിൽ? ആക്ച്വലി അത് നമുക്ക് ലോക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കാണിക്കാം. അതായത് നമ്മൾ 2 ഇയേഴ്സ് നമ്മളൊന്നും ചെയ്തില്ല ഓസ്ട്രേലിയയിൽ എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഇവിടെ കുറച്ച് ചെയ്തു എന്നുള്ളത്. ഇപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു പാർട്ട് ടൈം ജോബ് ലൈക്ക് എന്താ പറയുക ഒരു ട്യൂട്ടറായിട്ടോ അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് അതൊക്കെ നമ്മുടെ പ്രൊഫഷണൽ ഇതിലേക്ക് ആഡപ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഇത് നല്ലതാണ് നമ്മൾ പാർട്ട് ടൈം ചെയ്യുന്നത്. അതും മാത്രമല്ല, ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ആൾക്കാർ ഈ പല വിധത്തിലുള്ള ജോലികൾ ചെയ്യില്ല, ലൈക്ക് റെസ്റ്റോറൻറ്റിൽ പണിയോ, വുൾവർട്ട്സിൽ എവിടെയെങ്കിലൊക്കെ ഈ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ് ഇവിടെ. അപ്പോൾ അങ്ങനത്തെ ജോലികളിൽ എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ സർവീസാണ്, കസ്റ്റമർ ഓറിയൻറ്റഡ് ജോലികളാണ്. അപ്പോൾ അതിലെന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ലൈക്ക് നിങ്ങളുടെ ട്രാൻസ്ഫറബിൾ സ്കിൽസ്, ആ ജോലിയിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു, നിങ്ങൾക്ക് എന്തൊക്കെ പഠിച്ചെടുക്കാൻ പറ്റി, അത് മറ്റേ ജോലിയിൽ നിങ്ങൾ എങ്ങനെ അത് അപ്ലൈ ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതെൻ്റെ ഫ്രണ്ട്സ് അധികം പേര് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ അവർ കാഫേയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പോലും സൂപ്പർ മാർക്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എല്ലാം സൂപ്പർ മാർക്കറ്റിലാവട്ടെ അല്ലെങ്കിൽ എല്ലാം ഷോപ്പിലാവട്ടെ, അവർക്ക് വേണമെങ്കിൽ ഇപ്പം മാർക്കറ്റിംഗ് റിലേറ്റഡ് ആണെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്, അല്ലെങ്കിൽ കസ്റ്റമർ എൻഗേജ്മെന്റ് എങ്ങനെ കൂട്ടുക, അല്ലെങ്കിൽ സെയിൽസ് സൈഡ് ഓഫ് തിങ്സ്, അങ്ങനെ അവർക്ക് അതിനെ മാറ്റിയെടുക്കാം.
പക്ഷേ എനിക്കറിയുന്ന വെച്ചാൽ കുറേ പേര് ഇങ്ങനെ ചെയ്യാറുണ്ട്. കാരണം ഇതിനെ ആ രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റായി എടുക്കാം, അല്ലാണ്ട് വെറുതെ ഒരു ഹോസ്പിറ്റാലിറ്റി ആംഗിൾ അല്ല ഇതിനെ കാണുന്നുണ്ട്. ഇപ്പം ഞാൻ പോലും വൂൾവേഴ്സിൽ വർക്ക് ചെയ്യുമ്പം കസ്റ്റമർ ഹാൻഡ്ലിംഗ് ആവട്ടെ, അല്ലെങ്കിൽ ഇവൻ അവിടെ മാനേജ്മെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്താൽ അവർ വേറെ ജോലിയും തരും. അപ്പോൾ അതല്ലാണ്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഒരു ഫീലിംഗ് അല്ല വരുന്നത്. അവിടെ ഒരു പ്രോപ്പർ ഓഫീസ് ജോബായി വേണം നമുക്കതിന് മാറ്റിയെടുക്കാം. സോ അങ്ങനെ ഓപ്പർച്യൂണിറ്റി ഒരുപാടുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ എങ്ങനെയാണ് അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, അത് ഓരോരുത്തരുടെ മുകളിലായിരിക്കും. സുജിത്ത് നേരത്തെ എന്തോ പറയുമ്പോൾ പറഞ്ഞു 20 hours. സോ ദാറ്റ് ഈസ് മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കിപ്പോൾ വെറുതെ ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ കോഴ്സ് എനിക്ക് പഠിക്കാൻ വരുന്നത് തൊട്ട് ഇവിടെ ചെറിയ കോഴ്സിന് ഞാൻ എൻറോൾ ചെയ്തിട്ട് എനിക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റുന്ന വല്ലൊരു ഓപ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചില കോഴ്സസിൽ ആസ് പാർട്ട് ഓഫ് ദ കരിക്കുലം അവർ പറയാറുണ്ട് ദാറ്റ് നിങ്ങൾക്ക് ഇത്രയും hours കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും ആസ് പാർട്ട് ഓഫ് യുവർ കരിക്കുലം. അത് നിങ്ങളുടെ കോഴ്സ് പോയിന്റ്സിൽ ആഡ് ചെയ്യാണ്. അതൊരു കാര്യമാണ്. പക്ഷേ പ്ലേസ്മെന്റ്സ് പോലെ അത് എന്ന് വെച്ചാൽ 2 വർഷം നിങ്ങൾ കോഴ്സ് ചെയ്തു, 3ാമത്തെ വർഷം നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യണം അവരുടെ കൂടെ, അങ്ങനത്തെ ഒരു സംഭവം. അതുമാത്രമല്ല ലീഗലി നമുക്ക് 20 hours ആണ് അലൗഡ് ആസ് എ സ്റ്റുഡൻറ്റ്, ആസ് എൻ ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റ്. നമുക്ക് ഒരു വീക്കിൽ 20 hours നമുക്ക് ജോലി വിസ റെസ്ട്രിക്ഷൻസ് ആണ് നമുക്ക്. അത് മാത്രമല്ല ഇപ്പം ഇൻ കേസ് ഫുൾ ടൈം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്യൂറിങ് യുവർ സെമിസ്റ്റർ ബ്രേക്സ്, ഇപ്പം ഫോർ എക്സാമ്പിൾ വിൻ്റർ ബ്രേക്ക് വരും, സമ്മർ ബ്രേക്ക് വരും. സമ്മർ ബ്രേക്ക് ഇച്ചിരി ലോങ് ആണ് കമ്പയർഡ് ടു വിൻ്റർ ബ്രേക്ക്. വിൻ്റർ ബ്രേക്ക് 1 മാസം അല്ല 1.5 മാസമായിരിക്കും ഉണ്ടാവുക ലീവ്. പക്ഷേ ഒരു സമ്മർ ബ്രേക്ക് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 3 months അങ്ങനെ വരുന്ന ഒരു ഇതാണ്. അപ്പം 3 months യു ക്യാൻ വർക്ക് അൺലിമിറ്റഡ് അവേഴ്സ്. അപ്പം ഈ 20 hours പെർ വീക്ക് അല്ലെങ്കിൽ 40 hours ഫോർട്ട് നൈറ്റ് എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്താ വെച്ചാൽ ഇപ്പോൾ ലൊക്കേഷനൊക്കെ മാറി, ഇപ്പം നമുക്ക് കുറച്ചുകൂടെ കളർ കൂടിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. കാറ്റും മറ്റ് വെയിലും കാരണം നമ്മൾ ലൊക്കേഷൻ മാറിയിട്ടാണുള്ളത്. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു, 20 hours ആണ് സ്റ്റുഡൻസിന് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ആൻഡ് അടുത്ത എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈസ് ഇറ്റ് ഈസി ടു ഫൈൻഡ് പാർട്ട് ടൈം ജോബ് ഹിയർ? ഇവിടെ ഒരുവിധം എല്ലാവരും പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം ഈസി ആണോ? പാർട്ട് ടൈം ജോബ്സ് ഇവിടെ കുറേ അവൈലബിലിറ്റി ഉണ്ടോ, അതോ ഹൗ ഹാർഡ് ഇസ് ടു ഫൈൻഡ് പാർട്ട് ടൈം ജോബ്? പാർട്ട് ടൈം ജോബ്സ് അത് ഡിപ്പെൻഡ് ചെയ്യും. കാരണം സ്റ്റാർട്ടിങ്ങിൽ എന്തിനും പോലെയും അത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കായി കാണും. കാരണം ഞാൻ വന്നപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് എനിക്ക് സ്റ്റാർട്ടിങ് ഇച്ചിരി ട്രബിൾ തോന്നി. കാരണം എല്ലായിടത്തും അപ്ലൈ ചെയ്യണം. അപ്പം ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് പോലും അത് വേറെ വേറെ സ്ഥലത്തിൽ അപ്ലൈ ചെയ്യാം. അപ്പം ഓൺലൈൻ വഴി ചെയ്യുകയാണെങ്കിൽ ഇൻഡീഡ് ജോബ്സ് അല്ലെങ്കിൽ ലിങ്ക്ഡിൻ അങ്ങനെ ഒരു പിങ് ചെയ്യാണ്, അങ്ങനെ ചെയ്യാം. അതല്ല ഈവൻ യൂണിവേഴ്സിറ്റിയുടെ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ ജോബ് പോർട്ടൽസ് ഉണ്ടാവും. ആ ജോബ് പോർട്ടൽസിൽ കുറേ കമ്പനീസ് അതിൽ അവരുടെ പാർട്ട് ടൈം ഇൻക്ലൂഡിങ് കാഫേസ് അതിലേക്ക് അതിൽ അപ്ഡേറ്റ് ചെയ്യും. അതല്ലെങ്കിൽ ഓൾഡ് സ്കൂൾ എന്തായാലും എന്താ പറയുക വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് റെസ്യൂമെ പ്രിൻ്റ് ഔട്ട് എടുക്കാം, എല്ലാ ഷോപ്പിലും പോയി കൊടുക്കുക. പേഴ്സണലി അവിടെ പോയി എനിക്ക് മാനേജറോട് കാണാൻ പറ്റും ഇവിടെ ആരാണ് മെയിൻ ഇൻചാർജ്, മാനേജർ ആരാ, ഇതിൽ ഓണർ ആരാ ചോദിച്ചാൽ അവരുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ്ലി പറയാം ഞാനിവിടെ സ്റ്റുഡൻ്റാണ്, ഞാനിവിടെ പാർട്ട് ടൈം ജോബ് അന്വേഷിച്ച് നടക്കുകയാണ്, സോ എനിക്ക് തരാൻ പറ്റുമോ, അങ്ങനെയുണ്ടെങ്കിൽ എന്നെ പ്ലീസ് കൺസിഡർ എങ്കിലും ചെയ്യണം. എന്തെങ്കിലും നെസസിറ്റി വന്നു എനിക്ക് വർക്കൗട്ട് ചെയ്തിട്ട് കുറേ പേർക്ക് ഞാൻ സ്ട്രാറ്റജി പറഞ്ഞവർ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻഫാക്ട് ചിലവർ ഈവൻ വലിയ വലിയ ജോബ് ഇപ്പം വുലീസ് അല്ലെങ്കിൽ ആൾഡി അങ്ങനെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് ജോബ് പോലും അവരവിടെ പോയി മാനേജറോട് സംസാരിച്ചപ്പോൾ മാനേജർ ഇവിടെ ഇങ്ങനെ ഒരു ജോബ് വരുന്നുണ്ട്, ഓൺലൈൻ പോയി അപ്ലൈ ചെയ്യും, അവർ തന്നെ പറയും. റെഫറൽ പോലും അവർ ഡയറക്റ്റ്ലി അവിടെ നിന്ന് കിട്ടും. അപ്പം ഡിപ്പെൻഡിങ് ഓൺ യുവർ ലക്ക് പറയാം, ഒരു പെർസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എന്തായാലും കിട്ടും. അതല്ലെങ്കിൽ അല്ലല്ല പറഞ്ഞ പോലെ പെർസിസ്റ്റൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആദ്യം ഒരു ഫസ്റ്റ് 3-4 വീക്സ് അല്ലെങ്കിൽ മന്ത്സ് എന്ന് പറയാം ഭയങ്കര ഒരു ടാസ്ക് ആയി കാണും അത്. കാരണം എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്ന എല്ലായിടത്തും റിജക്ഷൻസ്, കാരണം റിജക്ഷൻസ് ഒരുപാട് വരും സ്റ്റാർട്ടിങ്ങിന്. ഓക്കെ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ക്വസ്റ്റ്യൻ, നിങ്ങളിപ്പോൾ റെസ്യൂമെ എടുത്ത് മറ്റു കഫേസിലൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ അറ്റ് ദാറ്റ് ടൈം നിങ്ങളിപ്പം ഇന്ത്യയിൽ നിന്ന് ഫ്രഷ് ആയിട്ട് വരുന്ന കുട്ടികളാണ്. അപ്പം ലോക്കൽ എക്സ്പീരിയൻസ് എന്നുള്ളൊരു സംഭവം ഈ കഫേ ജോബ്സോ അങ്ങനത്തെ ജോബ്സിൽ അവർ കൺസിഡർ ചെയ്യുന്നുണ്ടോ, അതോ അത് ആവശ്യമുണ്ടോ, അതോ ഹൗ ഡസ് ദാറ്റ് വർക്ക്? അങ്ങനെ പറയുകയാണെങ്കിൽ അവർ കൺസിഡർ ചെയ്യാറുണ്ട്, ചിലവർ കാണാറുണ്ട് ഇവിടെ വല്ല വേറെ അടുത്ത് എവിടെ നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഇപ്പം നാട്ടിലെ ഒരു ചെറിയൊരു ഇൻറ്റേൺഷിപ്പ് ടൈപ്പ് നമുക്കത് ഒടിച്ച് എന്താ അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് വേ അത് കസ്റ്റമർ റിലേറ്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് പറയാം ഞങ്ങൾ ഇങ്ങനെ ഒരു ഫീൽഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻഡ് ഓഫ് ദി ഡേ കസ്റ്റമർ സർവീസ് ആണെങ്കിൽ അത് കസ്റ്റമർ സർവീസ് ഫീൽഡാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ അതിന് ഡയറക്റ്റ്ലി ലിങ്ക് ചെയ്യാം.
അതല്ലെങ്കിൽ ഇവിടെ വോളണ്ടറി ആയിട്ട് എന്തെങ്കിലും ജോലി എടുത്തിട്ടുണ്ടെങ്കിൽ അവരതും കാണും. എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഇവിടെ ആൾക്കാരോട് സംസാരിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അവരതിനെ കൺസിഡർ ചെയ്യും. ഓക്കെ, സോ അഗെയിൻ നമ്മൾ ഈ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് where do we actually apply? One option is that ഇങ്ങനെ റെസ്യൂമെ കൊണ്ടു കൊടുക്കാം. അതർ ദാൻ ലിങ്ക്ഡിൻ, ഐ നോ ലിങ്ക്ഡിൻ ഇസ് ഫോർ വലിയ വലിയ റോൾസ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു കഫേസിലൊക്കെ അങ്ങനത്തെ റോൾസ് ഒക്കെ കിട്ടണമെങ്കിൽ where do you apply? ശരിക്കും പറഞ്ഞാൽ ഇത് ബേസ്ഡ് ഓൺ നിങ്ങളുടെ നെറ്റ്വർക്കിംഗ് സ്കിൽസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്കൊക്കെ നിങ്ങളെ അറിയാം, അത് മാത്രമല്ല നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാം, മീൻ ഇൻ ടേംസ് ഓഫ് നിങ്ങളുടെ നെറ്റ്വർക്കിംഗ് റീച്ച് എത്രയാണ്. അതൊരു ടാക്ടിക്കാണ് ഒരുപാട് സ്റ്റുഡൻസ് ഇവിടെ ഉപയോഗിക്കുന്നത്. ലൈക്ക് ഇപ്പോൾ പല വിധത്തിലുള്ള വോളണ്ടറി വർക്കും പല വിധത്തിലുള്ള എന്താ പറയുക കോൺട്രിബ്യൂഷൻ, ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആവട്ടെ, എന്താ പറയുക സോഷ്യൽ വർക്ക് ആവട്ടെ, അങ്ങനെ പല ആൾക്കാരായിട്ട് പരിചയപ്പെടുമ്പോൾ യു കൈൻഡ് ഓഫ് ലൈക്ക് ബിൽഡ് ദാറ്റ് നെറ്റ്വർക്ക്. അതുമാത്രമല്ല ഇപ്പോൾ ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ദാറ്റ് എനിക്കിത് നന്നായിട്ട് അറിയാം, ലൈക്ക് എനിക്ക് വീഡിയോ എഡിറ്റിംഗ് നന്നായിട്ട് അറിയാം, അപ്പോൾ അങ്ങേര് തന്നെ ഏതെങ്കിലും ഒരു ജോലിക്ക് റെഫർ ചെയ്താൽ അതെനിക്കൊരു പ്ലസ്. അതുമാത്രമല്ല ലൈക്ക് ആനന്ദ് മെൻഷൻ, ലൈക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നോക്കിയാൽ എനിക്ക് പകുതി കാര്യങ്ങൾ അറിയില്ലായിരുന്നു. എവിടെ പോകണം, എന്ത് ചെയ്യണം ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ പതുക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യും ബാക്കിയുള്ളവർ എങ്ങനെയാണ് ചെയ്യണത്, ലൈക്ക് അവർക്കൊക്കെ എങ്ങനെ ജോലി കിട്ടിയോ അവർ പോയി ചോദിക്കുക. അതൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ റെസ്യൂമേ കൊടുക്കണതല്ലാതെ ഈ ഒരു എക്സ്ട്രാ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ആൾക്കാരായിട്ട് ഇങ്ങനെ സംസാരിക്കുക, നിങ്ങൾക്ക് എങ്ങനെ ഈ ജോലി കിട്ടി, ഐ മീൻ പ്രൊഫഷണൽസ്. അതുമാത്രമല്ല അതൊരു വേ ഓഫ് എന്താ പറയുക ഇൻറ്ററാക്ഷൻ ആണ്. വേറൊരു വേ ഓഫ് ഇൻറ്ററാക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലുള്ള ഈ കരിയർ സർവീസസ് ഇല്ലേ, അവരായിട്ട് ഒരു എന്താ പറയുക ഒരു കൺസൾട്ടേഷൻ ചെയ്യുക. അപ്പോൾ അവരായിട്ട് അവരുടെ നിന്നും നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടും, എവിടെയൊക്കെ നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ റെസ്യൂമേ ഒരു വലിയ ഫാക്ടറാണ് ഇവിടെ. റെസ്യൂമേ എങ്ങനെ ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ്സിനെ കൂടെ മാച്ച് ചെയ്യണം, അതൊരു വലിയ ഫാക്ടറാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ബിക്കോസ് നമ്മളുടെ റെസ്യൂമേ ബാക്ക് ഇൻ അവർ ഹോം കൺട്രി ഒരുപാട് ഡിഫറെൻ്റ് ആയിരുന്നു. ഇവിടുത്തെ റെസ്യൂമേ കുറച്ചും കൂടെ എന്താ പറയാനാ ഒരു ഇമ്പാക്ട്ഫുൾ റെസ്യൂമേ ആണ്. ഐ തിങ്ക് ആ കാര്യമൊക്കെ ഞാൻ കുറച്ചൊക്കെ എൻ്റെ ജോബ് സെർച്ച് എക്സ്പീരിയൻസിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസ്യൂമേ എഡിറ്റിംഗ് നമ്മൾ ആ ഒരു ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ്സിൽ. സോ എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ചാൽ ഇപ്പം ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഇപ്പോൾ ഒരു ബാച്ചിലേഴ്സ്, നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ വരുന്ന കുട്ടികൾ, അപ്പോൾ ബാച്ചിലേഴ്സ് ചെയ്യാൻ വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ സോ ഒരു എക്സ്പീരിയൻസും ഇല്ല, പ്ലസ് ടു കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് അവർക്ക് ഞാൻ ബെസ്റ്റ് അഡ്വൈസ് കൊടുത്താൽ എന്ന് വെച്ചാൽ ലൈക്ക് ബെസ്റ്റ് അഡ്വൈസ് എൻ്റെ അടുത്ത് നിന്നാണെങ്കിൽ ഇറ്റ് വുഡ് ബി ലൈക്ക് ഗോ ഫോർ വോളണ്ടറി വർക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഒക്കെ എടുക്കാനായിട്ട് ആദ്യത്തെ കാര്യം വന്നിട്ട് യു ഗോ ഫോർ വോളണ്ടറി വർക്ക്. ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് പരിചയപ്പെടാം. അതുമാത്രമല്ല യു വിൽ ലേൺ എ ലോട്ട് ഓഫ് സ്കിൽസ്. പേയ്മെന്റും കിട്ടും. കാരണം ഞാനിവിടെ വോളണ്ടറി തുടങ്ങിയപ്പോഴത്തേക്കും പേയ്മെന്റ് പെർക്സ് അല്ലെങ്കിൽ പേയ്മെന്റ് ആയും കിട്ടും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നത് വോളണ്ടറി വർക്കാണ്, പക്ഷെ അവർ അതിന് എന്തെങ്കിലും കോമ്പൻസേഷനും അവരൊന്നും തരാറ്. ഇൻ യൂണിവേഴ്സിറ്റിയിൽ പോലും ഇന്റേൺ എന്താ പറയുക വോളണ്ടറി ചെയ്യുകയാണെങ്കിൽ ദേ വിൽ പ്രൊവൈഡ് യു ലൈക്ക് അറ്റ്ലീസ്റ്റ് $20 an hour. ആ റേറ്റ് എന്ന് വെച്ചാൽ അവർ നമുക്ക് റീഇംബേഴ്സ് ചെയ്യും. ഒരുപാട് മീറ്റപ്പ് ഗ്രൂപ്പ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മീറ്റപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പൊക്കെ ഉണ്ട്. അതിൽ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡിൽ നമുക്ക് വോളണ്ടിയറിങ് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ നോക്കാം, നമുക്ക് അത് സെർച്ച് ചെയ്തിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ പോവാം. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ചെയ്യാം. കാരണം എല്ലാ യൂണിവേഴ്സിറ്റിയിലും സ്റ്റുഡൻറ്റ് ക്ലബ്സും അങ്ങനത്തെ ഓരോ ഫംഗ്ഷൻസ് ഈവൻറ്റ്സും എപ്പോഴും തന്നെ ഓൾമോസ്റ്റ് ഓൾ വീക്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പോയിട്ട് നമുക്ക് ഇങ്ങനെ വോളണ്ടിയറിങ് ചെയ്യുക. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വേറെ സ്റ്റുഡൻസിനെ കാണും, അവർ ഓൾറെഡി വേറെ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവരോട് പറയാം ഞങ്ങൾ ജസ്റ്റ് ലാൻഡഡ്, അങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മൾ ഇവിടെ നെറ്റ്വർക്കിംഗ് ഇമ്പ്രൂവ് ചെയ്തെടുക്കുന്നത്. സോ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ അതേത് ചെറിയ കുട്ടിയോ വലിയ കുട്ടിയോ ആരും ആയിക്കോട്ടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ തന്നെ ഇപ്പോൾ ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്ത സ്റ്റുഡൻ്റ് അല്ലാത്തവരായാലും ഇപ്പോൾ എൻ്റെ കേസിലായാലും ഒക്കെ നെറ്റ്വർക്കിങ്ങിനൊരു വലിയൊരു പങ്ക് ഉണ്ട്. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഭാവിയിൽ ചെയ്യുന്നതായിരിക്കും ആക്ച്വലി. ഓക്കെ, അടുത്ത എൻ്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ടൈപ്സ് ഓഫ് പാർട്ട് ടൈം ജോബ്സ്. ഓക്കെ, സോ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് മേജർലി പ്രിഫർ ചെയ്യുന്ന കുറച്ച് പാർട്ട് ടൈം ജോബ്സ് എന്തൊക്കെയാണ്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പല തരത്തിലുള്ള ജോബുകളുണ്ട്. ഇപ്പോൾ നമുക്ക് കഫേ, റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയുള്ള ഒരു സെക്ഷൻ ഉണ്ട്. വെയർ ഹൗസസ് വേറെ ഉണ്ട്. പിന്നെ റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ നമുക്ക് വർക്ക് ചെയ്യാം, അതായത് സൂപ്പർ മാർക്കറ്റ്സ്,
അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പുകൾ അങ്ങനെയുള്ളതുണ്ട്. പിന്നെ ഹെൽത്ത് കെയർ ആണ് ഇവിടെ മേജറായിട്ട് ഒത്തിരി പേര് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ പഠിക്കാൻ വരുന്ന കോഴ്സ് ഹെൽത്ത് കെയർ റിലേറ്റഡ് അല്ലെങ്കിൽ കൂടിയും ചിലവർ ആ കോഴ്സ് ചെയ്തിട്ട് ഇപ്പോൾ ഏജ് കെയറിൻ്റെ ഡിസബിലിറ്റി അങ്ങനത്തെ കോഴ്സുകൾ ചെയ്തിട്ട് അപ്പോൾ അതിന് ഒരു കുറച്ച് ഫീസ് കൊടുത്ത് നമ്മളത് ചെയ്ത് കഴിഞ്ഞാലും നല്ല പേയും കിട്ടും, അങ്ങനെ ഒരു നമുക്കൊരു സ്റ്റേബിളായിട്ടുള്ള അവേഴ്സ് കിട്ടും. അങ്ങനെ അത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇപ്പം നമുക്ക് അങ്ങനെ അത്രയും ഹെവി വർക്കൊന്നും താല്പര്യമില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നത് കഫേകൾ, റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ് മേജർലി പ്രിഫർ ചെയ്യുന്നത്. പിന്നെ സൂപ്പർ മാർക്കറ്റ്സ് ആണ്. പിന്നെ കസ്റ്റമർ കെയറും ഒക്കെ ചെയ്യുന്നവരുണ്ട്. കസ്റ്റമർ കെയർ സർവീസുകളൊക്കെ ലൈക്ക് ഇങ്ങനെ ഫ്രണ്ട് ഓഫ് ഓഫീസൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക നമുക്ക് പിന്നെ ഡേറ്റ എൻട്രി ജോബ്സുകൾ അങ്ങനെ പല രീതിയിലുണ്ട്. അത് നമുക്ക് വേണ്ട രീതിയിൽ. ഓക്കെ, അപ്പോൾ ഒരു സോ ഇതൊക്കെ കാഷ്വൽ ആണോ അതോ പാർട്ട് ടൈം? ഫുൾ ടൈം എന്തായാലും ഓപ്ഷൻ ഇല്ല. ഇല്ല, രണ്ടും ഉണ്ട്. കാഷ്വലും ഉണ്ട്, പാർട്ട് ടൈമും ഉണ്ട്. അപ്പോൾ കാഷ്വലിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേബിൾ അവേഴ്സ് കിട്ടണം എന്നില്ല. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല ഈ വീക്ക് നമുക്ക് ഇത്ര ഒരു ഇൻകം കിട്ടും എന്ന് നമുക്കൊരു ഷുവറായിട്ട് പറയാൻ പറ്റത്തില്ല. പാർട്ട് ടൈം ആകുമ്പം അവർ കറക്റ്റായിട്ട് നമുക്ക് ഇത്ര അവേഴ്സ് 20 അവേഴ്സ് ഇടും. പിന്നെ അതുപോലെ നമുക്ക് പെയ്ഡ് ലീവ്, സിക്ക് ലീവ് അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ മറ്റേതാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ഓൺ കോളൊക്കെ ആയിരിക്കും ഷിഫ്റ്റ് വരുന്നതൊക്കെ. ഇപ്പോൾ ഇന്ന ദിവസം പെട്ടെന്ന് വിളിച്ചിട്ട് പറയുന്ന ഷിഫ്റ്റ് കയറാൻ വരാം. അപ്പോൾ നമുക്കൊരു സ്റ്റേബിൾ ഇൻകത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷേ കാഷ്വലിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ റേറ്റ് കൂടുതലായിരിക്കും, പേ റേറ്റ് കൂടുതലാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു കോവിഡ് ഒക്കെ വരുന്ന സാഹചര്യത്തിൽ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് എ പാർട്ട് ടൈം ജോബ്. ഓഫ് കോഴ്സ്. പിന്നെ യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ലൈബ്രറിയിൽ അല്ലെങ്കിൽ അവരുടെ ഇപ്പം കോവിഡ് ടൈമിൽ കോവിഡ് അംബാസിഡേഴ്സ് എന്ന് പറയുന്ന ചില റോൾസ് ഒക്കെ ഉണ്ട്. അപ്പം യൂണിവേഴ്സിറ്റി തന്നെ വിൽ സ്പോൺസർ ലൈക്ക് സ്റ്റുഡൻസ് അറ്റ് വർക്ക് അങ്ങനെ പറയുന്നൊരു ഇതുണ്ട്. അത് സോ യൂണിവേഴ്സിറ്റി തന്നെ അപ്പോൾ അവർക്ക് ജോബ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ലൈക്ക് ഒരു വിതിൻ 20 hours ലൈക്ക് ലൈബ്രറിയിലായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലവൻറ്റ് ഫീൽഡിൽ. ഓക്കെ ഓക്കെ സോ അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഇത് ഒരുപാട് പേർക്ക് അറിയേണ്ടതായിരിക്കും. സോ ഈവൻ ഇതിന് തന്നെ ഒരു എക്സാക്റ്റ് ആൻസർ ഇല്ല എന്ന് എനിക്കറിയാം, ബട്ട് ഓൺ ആൻ ആവറേജ് എനിക്ക് അറിയണം. സോ ഹൗ മച്ച് ഡു ദേ ഗെറ്റ് പെയ്ഡ്? ഒരു പാർട്ട് ടൈം ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഇവിടെ വന്ന് അവർക്ക് കിട്ടുന്ന ഒരു എക്സാക്ട് പേ ഉണ്ടാവില്ല, ബട്ട് ഒരു പേ റേഞ്ച് പറയുകയാണെങ്കിൽ റഫ്ലി നോക്കിയാൽ തുടക്കം നിങ്ങളുടെ $20 ആയിരിക്കും. ഓക്കെ, അതാണ് മിനിമം വേജസ് $20. അവിടുന്ന് നിങ്ങൾക്ക് 55 ഡിപ്പെൻസ്. അത്രയൊക്കെ കിട്ടും. ഡിപ്പെൻസ് ഓൺ സർട്ടൻ ഫാക്ടേഴ്സ്. ലൈക്ക് ഒന്നാമത്തത് വന്നിട്ട് പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, ഒരു വീക്കെൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ബട്ട് റഫ്ലി നോക്കിയാൽ 20 to 25 ആണ് ആവറേജ് പേ പെർ അവർ. സോ അതും വേറൊരു കാര്യം, എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഇപ്പം പബ്ലിക് ഹോളിഡേയ്സിൽ അല്ലെ വീക്കെൻഡ്സ് പബ്ലിക് ഹോളിഡേയ്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ റേറ്റ് ആക്ച്വലി ഡബിൾ ആണ് അല്ലേ? റേറ്റ് ഡബിൾ ആണ്. അതുപോലെ ഇപ്പോൾ $20 per hour നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്നുണ്ടെങ്കിൽ ഓൺ വീക്കെൻഡ്സിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പബ്ലിക് ഹോളിഡേ, ഇന്ന് ഈസ്റ്റർ ആയിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ദിവസം, ഇന്നിപ്പോൾ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഒരു $40 per hour അല്ലെ ഡിപ്പെൻസ്, അതായത് ഡബിൾ ദ എമൗണ്ട് നമുക്ക് കിട്ടും. സോ ഇങ്ങനത്തെ ഒക്കെ ഈവൻ ഐ നോ സം ഓഫ് മൈ ഫ്രണ്ട്സ് ദാറ്റ് അവർ മെയിൻലി പബ്ലിക് ഹോളിഡേയ്സൊക്കെ അവർ വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്യും, സോ ദാറ്റ് അവർക്ക് കുറേ കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതായതുകൊണ്ട് അങ്ങനെ. അപ്പം സോ ഇത് നേരത്തെ പറഞ്ഞ പോലെ കാഷ്വലും പാർട്ട് ടൈമും ആയിട്ട് 2 ടൈപ്പ് ഉണ്ട്. പാർട്ട് ടൈമിലാവുമ്പം സാലറി കുറച്ച് കുറവായിരിക്കും, ബട്ട് സ്റ്റിൽ നമുക്ക് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവും. കാഷ്വൽ ആവുന്ന സമയത്ത് നമുക്കത് ഉണ്ടാവില്ല അല്ലേ? പക്ഷേ പേ റേറ്റ് കുറച്ചുകൂടെ ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പം നിങ്ങളെല്ലാവരും പാർട്ട് ടൈം ജോബ്സ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അല്ലേ? അപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എത്ര എക്സ്പെൻസ് വരുന്നു കാര്യങ്ങളൊക്കെ. പക്ഷേങ്കിൽ ഈ പാർട്ട് ടൈം ജോബ് ചെയ്ത ഈ ഒരു കാശ് കൊണ്ട് നിങ്ങൾക്ക് എക്സ്പെൻസ് കവർ ചെയ്യാൻ പറ്റുമോ, അതോ എക്സ്പെൻസ് കവർ ചെയ്യാൻ പറ്റില്ലേ, അതോ ഇനി സേവിങ്സ് അത് കഴിഞ്ഞിട്ട് വേറെ എക്സ്ട്രാ സേവിങ്സ് ഉണ്ടോ? അത് ഒന്ന് പറഞ്ഞുതരുമോ? എക്സ്പെൻസസ് ആക്ച്വലി ചില മാസങ്ങളിൽ അത് നെക്ക് ടു നെക്ക് പോകും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ മെയിൻ എക്സ്പെൻസസ് എന്താണെന്ന് പറയുന്നത് വെച്ചാൽ ഒരു റെൻ്റൽ എക്സ്പെൻസസ് ഉണ്ടാവും. റെൻ്റൽ എക്സ്പെൻസസ് അഗെയിൻ ഡിപ്പെൻഡ് ചെയ്യും ഏത് സബർബിലാണോ അതോ അല്ലെങ്കിൽ സിറ്റിയിലാണോ അല്ലെങ്കിൽ എങ്ങനെ ഒരു അക്കോമഡേഷൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. അതിനനുസരിച്ച് അറ്റ്ലീസ്റ്റ് മിനിമം എത്ര ചുരുക്കിയാലും ഒരു മാസം $800 to $1,000 വരെ അത് പോകും ഒരു എക്സ്പെൻസ്. അതെ, അതേപോലെ ഗ്രോസറീസ് ആണെങ്കിൽ ഇപ്പം ഫുഡിൻ്റെ കാര്യത്തിനാണെങ്കിൽ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു $100 to $200 വരെ
100 മിനിമം പോകും. ഇവിടെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സോ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ $100 അല്ലെങ്കിൽ $150 ഗ്രോസറി ഐറ്റംസിനും പോകും. അതല്ലാണ്ട് ഓഫ് കോഴ്സ് ഇവിടെ വന്ന് വീട്ടിൽ മാത്രം കഴിക്കത്തില്ല. പുറത്ത് പോയി റെസ്റ്റോറൻറ്റ്സിൽ കഴിക്കുകയാണെങ്കിൽ മിനിമം ഒരു മാസം കണക്കെടുക്കുകയാണെങ്കിൽ $100 അതിന് എന്തായാലും വേണം. അതിൻ്റെ മുകളിൽ എഗെയിൻ ട്രാൻസ്പോർട്ടേഷൻ ലൈക്ക് മൈക്കി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ലൈക്ക് ട്രെയിനിൽ പോവുകയാണെങ്കിൽ അതിന് പിന്നെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ്. അതിന് മുകളിൽ എന്തായാലും ഞങ്ങൾ ഫ്രണ്ട്സിന് കൂടെ പിക്നിക്ക് പോവും അല്ലെങ്കിൽ പാർട്ടി ചെയ്യും. അപ്പം അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ എക്സ്പെൻസസ് പറഞ്ഞു വരുന്നത്? ഇത് കവർ ചെയ്യുന്നതാണോ കവർ ചെയ്യില്ല? സോ ഇത് ഇപ്പം ചില വീക്കിൽ അല്ലെങ്കിൽ ചില മാസങ്ങളിൽ പീക്ക് നിങ്ങൾ ട്രാവൽ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പാർട്ടി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതെന്തായാലും അത് തികയത്തില്ല. ഇല്ല 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 ഇല്ല. അതിനെന്തായാലും അറ്റ്ലീസ്റ്റ് അഗെയിൻ നിങ്ങൾ ജോബ് എങ്ങനെയാണ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ $20 per hour ഫോർ 20 hours per week കിട്ടുകയാണെങ്കിൽ അത് കറക്റ്റ് അതിന് മുകളിൽ ഒരു $500 യു ക്യാൻ സേവ് ഫോർ യുവർ സെൽഫ്. അത് വെച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. പക്ഷേ യൂഷ്വലി നെക്ക് ടു നെക്കാണ് അത് പോകുന്നത്. അൺലെസ് യു ഹാവ് എ വെരി ഗുഡ് ജോബ് എന്തായാലും അത് നെക്ക് ടു നെക്ക് യൂഷ്വലി പോകും. സോ ദാറ്റ്സ് അഗൈൻ എനിക്ക് മോസ്റ്റ്ലി കിട്ടുന്ന ഒരു ഒരുപാട് ആൾക്ക് അറിയേണ്ട ഒരു സംശയമാണ്. സി വെൻ വി സേ $20 per hour അത് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ ബിഗ് ഫിഗർ ഐ നോ. പക്ഷേങ്കിൽ എന്താ പറയുക, ഇവിടുത്തെ ചിലവ് വെച്ച് നോക്കുമ്പം ദാറ്റ് ഇസ് നത്തിങ് അല്ലേ. ഇവിടെ പൊതുവേ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഇപ്പം മെൽബൺ പോലത്തെ ഒരു വലിയ സിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. സോ അതുകൊണ്ട് ലൈക്ക് ഡ്യൂറിങ് യുവർ ബ്രേക്ക് ടൈം അൺലിമിറ്റഡ് അവേഴ്സ് വർക്ക് ചെയ്യുക. അപ്പോൾ വേണമെങ്കിൽ സേവിങ്സ് ചെയ്ത് അത് പിന്നീട് ഉപയോഗിക്കാം. ഒരു ഹണീബി അപ്രോച്ച്. സോ അപ്പം സേവ് ചെയ്യണം അത്യാവശ്യമാണ് അല്ലേ. ഓക്കെ, ഇനി അടുത്ത എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. സോ ദ തിങ് ഇസ് ദാറ്റ് നമ്മളിപ്പം നിങ്ങളൊക്കെ ഇപ്പം മാസ്റ്റേഴ്സ് ചെയ്യുന്ന കുട്ടികളാണ്, നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടാകും അല്ലേ. അപ്പം നാട്ടിൽ വർക്ക് ചെയ്തിട്ട് നാട്ടിലിപ്പം നിങ്ങളൊരു നല്ല അടിപൊളി വൈറ്റ് കോളർ ഡെസ്ക് ജോബൊക്കെ ചെയ്തിട്ട് ഇവിടെ വന്ന് ഇപ്പോൾ ഇവിടെ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും യു ഹാവ് ടു സ്റ്റാർട്ട് സംവേ വർക്കിംഗ് റൈറ്റ്. അപ്പം ഇവിടെ വന്നിട്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ ബാരിസ്റ്റർ ജോബ് അല്ലെങ്കിൽ ഒരു വെയർഹൗസ് ജോബ് അങ്ങനത്തെ ജോബ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ട്രാൻസിഷൻ, സോ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? അതായത് ഇപ്പം എല്ലാവർക്കും എത്ര ഈസി ആവണമെന്നില്ല. യുനോ നമ്മൾ ആ ഒരു ഇന്ത്യൻ കൾച്ചറിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് കഫേയിൽ നിന്നിട്ട് പണിയെടുക്കുന്ന അല്ലെങ്കിൽ കിച്ചണിൽ പണിയെടുക്കുന്ന പറയുമ്പോൾ നമുക്ക് അത്ര വലിയ സുഖമുള്ള ഒരു കാര്യമായിരിക്കില്ല. സോ ഹൗ ഡിഡ് യു ഗൈസ് മാനേജ് ഇറ്റ്? അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം ഫസ്റ്റ് വന്നപ്പോൾ. കാരണം ഞാൻ നാട്ടിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ഒരു കഫേ ജോബിലേക്ക്, ഞാൻ ആദ്യം വർക്ക് ചെയ്ത ഒരു കഫേയിലാണ്. അപ്പോൾ ആ കഫേ ജോബിൽ ചെയ്തപ്പം നമ്മൾ ഡിഷസ് കഴുകണം, പലത് ചെയ്യണം. അപ്പം ആ ഒരു ആദ്യത്തെ ഒരു വീക്കൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ എന്തിനാ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ജോലികളെന്ന് ഇങ്ങോട്ട് വന്ന് അങ്ങനെയൊക്കെ തോന്നും. ബട്ട് പിന്നെ നമ്മളൊരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക, അത് ടെമ്പററി ആണ്, നമ്മൾ നമ്മുടെ ഫീൽഡിലേക്ക് തന്നെ തിരിച്ചു പോകും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളേ ഉള്ളൂ. പിന്നെ ചില ഡേയ്സിൽ നമ്മൾ ഡൗൺ ആവും, പക്ഷേ സ്റ്റിൽ അത് നമ്മൾ ഇതായിട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ അത് മെയിൻലി ഇവിടെ ഒരു ഏത് വർക്ക് സ്പേസിൽ പോവുകയാണെങ്കിലും അവരൊരു പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ ഡിഗ്നിറ്റി ഓഫ് ലേബർ ഇസ് ഹൈ. അത് ഞങ്ങൾ നാട്ടിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നാട്ടിലെ ഒരു പ്ലംബർ ആവട്ടെ, അത് ഞങ്ങളൊരു ഡിഗ്നിറ്റി ഓഫ് ലേബർ കുറവായിട്ടാണ് കാണുന്നത്. അവിടെ വൈറ്റ് കളർ ജോബ്സ് ആണ് ഏറ്റവും കൂടുതൽ. പക്ഷെ ഇവിടെ നേരെ പ്ലംബർ ആൻഡ് കാർപ്പൻട്രി ഹൈയസ്റ്റ് ഏർണിംഗ്. മെയിൻലി അതാണ് ഡിഗ്നിറ്റി ഓഫ് ലേബർ കാണാമെങ്കിൽ അത് ഇവിടുത്തെ കൾച്ചറാണ്. ഞങ്ങളെ കൾച്ചറിന് കൂടെ യോജിച്ചു പോകണം, ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് എന്തായാലും തോന്നും ആർക്കെങ്കിലും. അതുമാത്രമല്ല ഇവിടെ അങ്ങനെ ആരും നോക്കാറില്ല, ഇത് ചെറിയ ജോലി അത് വലിയ ജോലി അങ്ങനെ ആരും നോക്കാറില്ല. എല്ലാവരും ഈക്വൽ ആണ് ഇവിടെ. Nobody is going to judge you based on your Exactly. So you see it. And it's challenging. ഞാൻ ശരിക്കും പറഞ്ഞാൽ it's challenging. You're getting some good amount back in India and you're coming here suddenly and you're getting this. ആ ഒരു ട്രാൻസിഷൻ കാണും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ആസ് സ്റ്റുഡൻസ് നമുക്കറിയാം that what is our greater goal? It's to get a degree at the university. Once you're done with that, things will work out in your favor. But the thing is that our phase, our particular 2 years phase or 3 years, whichever it may be, it's more to do with, you know, equipping yourself with challenges. എത്ര നിങ്ങൾ ചാലഞ്ച് എടുക്കും, ഏറ്റെടുക്കും, അത്രയും നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാം. അതിനെ ഫണ്ണ് എടുക്കാറുണ്ട്. അപ്പം റീറ്റെയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അധികം സ്റ്റുഡൻസ് ആയിരിക്കും അതിലുണ്ടാവുക. അപ്പം അവിടെ ഒരു നെറ്റ്വർക്കിംഗ് സ്പേസ് ഓപ്പൺ അപ്പ് ആയി തരും. പിന്നെ അതൊരു അറ്റ്മോസ്ഫിയർ നല്ലൊരു ഫൺ അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പം ഡിപ്പെൻഡിങ് ഓൺ അഗെയിൻ വെയർ ഹൗസിലാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണെന്ന്. പക്ഷേ യൂഷ്വലി എൻ്റെ ഫ്രണ്ട്സും ഞാനും ഇപ്പോൾ റീറ്റെയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം റീറ്റെയിൽ എപ്പോഴും ഒരു ഹാപ്പി കൾച്ചറാണ്. അപ്പം
കോളേജിലൊക്കെ ഞങ്ങൾ ഒരു എങ്ങനെയാണ് ഫീൽസ് ഫ്രണ്ട്സ് ഒക്കെ വരുമ്പം ഒരു 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 ജോലിയുടെ മുകളിൽ ഒരു ഒരു നല്ലൊരു ആക്ടിവിറ്റി ആയിട്ടാണ് അതിനെ കാണുന്നത്. കുറേ സ്റ്റുഡൻസ് ആയിരിക്കുമല്ലോ അത് കുറേ മിക്കവരും സ്റ്റുഡൻസ് ആയിരിക്കും. പിന്നെ ഇവിടുത്തെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ടു ഇന്ററാക്ട് വിത്ത് ദി ലോക്കൽസ് റീറ്റെയിലാണ് വരുന്നത്. കാരണം അധികം ഇവിടുത്തെ ലോക്കൽസ് ദേ വർക്ക് ഇൻ റീറ്റെയിൽ. ദാറ്റ്സ് അഗൈൻ ഒന്ന് വെരി ഇമ്പോർട്ടൻറ്റ് റൈറ്റ്. ഇവിടെ ഇപ്പോൾ ഒരു ജോലിക്ക് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇപ്പം ആ ഫീൽഡിൽ ടെക്നിക്കലി അറിയോ എന്നുള്ളതിനേക്കാൾ നമ്മൾ കൾച്ചറലി എത്രത്തോളം ആ കമ്പനിയായിട്ട് ഫിറ്റ് ആവും എന്നുള്ളതാണ്. ഓസി കൾച്ചർ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അതുമായിട്ട് നമ്മൾ യൂസ്ഡ് ആവണം, യുനോ അല്ലേ? സോ ദാറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. നമ്മളിപ്പം ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം വിൽ ഫീൽ വിയർഡ്, അല്ലെങ്കിൽ അവർ വിൽ ഫീൽ വിയർഡ്. ഇതെല്ലാം ഒരു സ്റ്റാർട്ടിങ് ട്രബിളിന്റെ പ്രശ്നമേ ഉള്ളൂ. നമ്മൾ അതുമായിട്ട് ഇതായി കഴിയുമ്പം ഇപ്പം നമുക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നിയാലും ഈ പറഞ്ഞ പോലെ റെസ്പെക്ട് കിട്ടുമ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ ആരുടെ അടുത്തും പോയിട്ട് നമ്മൾ ഇന്ന വർക്ക് ചെയ്യുന്ന അവർ നമ്മളെ കാണുന്ന ആ വർക്കാണോ ചെയ്യുന്നത്, അപ്പം നമുക്ക് ആ റെസ്പെക്ട് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ നാട്ടിലിരിക്കുന്ന ആ ഒരു രീതിയല്ല. അപ്പം അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് സമയം എടുത്തും. പിന്നെ സോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഈ ഒരു ഇതായിട്ട് ഹാപ്പിയാണോ? ഒരു നാട്ടിലെ ചായക്കട പോലെ അല്ല ഇവിടെ ഒരു നല്ലൊരു ഒരു വൈബായിരിക്കും. സോ യൂഷ്വലി അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ചിന്തിക്കും. ഇപ്പം ഇവിടെ ചായക്കടയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, അങ്ങനെയല്ല കാണുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും അത് വേറെ ഒരു സൈഡാണ് കാണുന്നത്. അപ്പോൾ എല്ലാം ഏത് ഫീൽഡിലും അതിൻ്റെ ഒരു പ്രൊഫഷണലിസം അതിൽ എന്തായാലും ഉണ്ടാവും. ഹൗസ് എ വർക്ക് ലൈഫ് ഹിയർ പൊതുവെ നിങ്ങൾ ഈ ഒരു ജോലിയാണെങ്കിലും ഹൗസ് എ വർക്ക് ലൈഫ്? നമ്മളെ ആക്ച്വലി വർക്ക് ലൈഫിനെക്കാട്ടും വർക്ക് യൂണി ലൈഫാണ്. അത് ഒരു എന്താ പറയുക, ഒരു ജഗ്ലിങ് ഓൾ ദ ബോൾസ് അറ്റ് ദ സെയിം ടൈം എന്ന് പറയാം. കാരണം ചിലപ്പോൾ ഹെക്ടിക് ആയിരിക്കും ഡിപ്പെൻഡിങ് ഓൺ കോഴ്സ് ഏതാണ് നിങ്ങളുടെ. ഇപ്പം ഞാൻ ചെയ്യുന്ന മാസ്റ്റർ ഓഫ് മാനേജ്മെൻറ്റ് മാർക്കറ്റിംഗ് ആണെങ്കിലും ചില സബ്ജക്ട്സ് ഇച്ചിരി ടഫായിരിക്കും. അപ്പോൾ അതിന് കോൺസെൻട്രേറ്റ് കൂടുതൽ ചെയ്യണം. അപ്പം ഗ്രൂപ്പ് മീറ്റിംഗ്സ് ഉണ്ടാവും, അതിൻ്റെ കൂടെ വോളണ്ടറി വർക്കും ചെയ്യുന്നുണ്ടാവും, ജോബും. അപ്പോൾ ഇതൊക്കെ ഫാമിലി ഉണ്ടെങ്കിൽ അവരെ കൂടെ എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടെയെങ്കിലും പോകണം. അപ്പം ചിലപ്പോൾ കുറേ പ്രാവശ്യം അത് കോൺഫ്ലിക്റ്റ് ആവും. ജോലിക്ക് വിളിക്കും, ഇവിടെ സബ്ജക്ട് മീറ്റിംഗ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സബ്ജക്ട് മീറ്റിംഗ്സ് ഉണ്ടാവും, വേറെ എന്തെങ്കിലും ഒരു ഈവൻറ്റ് വരും, അപ്പോൾ അതിന് പോകണം. അപ്പം അത് ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സ്കില്ലാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് ഞങ്ങൾ. ഐ അഗ്രി വിത്ത് ഹിം കംപ്ലീറ്റ്ലി. ബിക്കോസ് എനിക്കായാലും ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഓരോ ആളും സീരിയസ്ലി ഐ മീൻ നമ്മൾ സാധാരണ, ഞാൻ കാര്യമായിട്ട് പറയും, നമ്മൾ സാധാരണ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഐ ഹാവ് എ ഫാമിലി, ബട്ട് സ്റ്റിൽ I think these guys are doing a way lot other jobs than we are doing in there. Okay, so that's all the question I have. Thank you so much for coming here and for answering these questions for us. Thank you for having us. No problem. So ഇതുപോലെ ഇനിയും ഒരുപാട് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്. Bye. Say bye, guys. Bye. Cut.